നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17, 2026 ചൊവ്വ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റകളുടെയും റിലീസ് ഉണ്ടായിരുന്നു. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ 3ാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയർ ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബോർഡർ മാർക്കറ്റ്സുകൾ ഇന്നലെ വിട്ടുനിന്നെങ്കിലും ലീഡിംഗ് ആയ ഇൻഡിസീസുകൾക്ക് അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ചത്തെ നഷ്ടങ്ങളെയൊക്കെ ഒരു പരിധിവരെ നികത്തുവാൻ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ സാധിക്കുകയും ചെയ്തു. എങ്കിലും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 972.13 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1666.98 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 25,750 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതുവരെ കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. ആയതിനാൽ തന്നെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണെങ്കിൽ 25,500, 25,470 എന്നീ റേഞ്ചുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ടുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 4 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയിൽ ഡിസംബറിലെ 4.8% നിന്നും ജനുവരിയിലേക്ക് വന്നപ്പോൾ 5% നേരിയ തോതിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ വർധനവാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. കൂടാതെ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയിലും ഡിസംബറിലെ 25.04 ബില്യൺ $ൽ നിന്നും ജനുവരിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ വ്യാപാര കമ്മി 34.68 ബില്യൺ $ആയിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രണ്ട് ഡേറ്റകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ മീറ്റിംഗ് മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ട്. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ഡിസംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് യുകെയിൽ നിന്നും നടക്കാനിരിക്കുന്നു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇക്കണോമിക് സെന്റിമെന്റ്സ് ഇൻഡെക്സിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം 7 മണിയോടുകൂടി കാനഡയിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളായിട്ട് നിലനിൽക്കുന്നതും. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റില് പ്രതിരോധ മേഖലയിലുള്ള ഓഹരികളിൽ ശ്രദ്ധ ആകർഷിച്ചേക്കാം. കാരണം ഇന്ന് വെളുപ്പിനെ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് റഫേൽ മെഗാ ഡീൽ നടത്തുവാനായിട്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിന് പ്രസിഡന്റ് ഡേയുടെ ആചരണമായിരുന്നതിനാൽ അവധിയായിരുന്നു. എങ്കിലും നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 44 പോയിന്റുകളുടെ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഇടിവും ഗോൾഡിന്റെ വിലയിൽ 0.5% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില 68.58 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 63.72 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിൽ 5000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. തൽഫലമായി 4,968.93 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR 1.06 എന്ന നിലയിലേക്ക് ബുള്ളിഷായിട്ട് മാറുകയുമുണ്ടായി. മാക്സ് പെയിൻ 25,650 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന വൻ തകർച്ചയുടെ ഫലമായിട്ടുണ്ടായിരുന്ന ബെയറിഷ് ക്യാപ്പിനെ ഫില്ല് ചെയ്യുവാനും സാധിച്ചു. തൽഫലമായി വെള്ളിയാഴ്ച ഉടലെടുത്ത ഡൗൺ ട്രെൻഡിൽ നിന്നും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ട്രെൻഡ് റിവേഴ്സലിനെ സൂചിപ്പിച്ചുകൊണ്ട് എൻഗൾഫിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേണോട് കൂടിയിട്ടുള്ള ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ
ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIക്കും പ്രിഫറൻഷ്യൽ ലൈനിന് മുകളിലായിട്ട് എത്തിച്ചേരുവാൻ സാധിച്ചതിനെ തുടർന്ന് 50.87 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 25,750 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.15 എന്ന നിലയിലും മാക്സ് പെയിൻ 60,400 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. നിഫ്റ്റിയുടേതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും വെള്ളിയാഴ്ചത്തെ ബെയറിഷ് ഗ്യാപ്പിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഇന്നലെ ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ട്രെൻഡ് റിവേഴ്സലിനെ സൂചിപ്പിച്ചുകൊണ്ട് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 60.4 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ FMCG അനുബന്ധ സ്ഥാപനമായ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നൈജീരിയയിലെ ഒരു പ്രമുഖ ബിസിനസ് കൂട്ടായ്മയായ ട്രോപ്പിക്കൽ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമായി ഭൂരിപക്ഷ ഉടമസ്ഥതയിലുള്ള സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിനായുള്ള ഒരു നിശ്ചിത കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. JSW ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിനായി കമ്പനിയുടെ ബോർഡ് ഫെബ്രുവരി 20 യോഗം ചേരും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ നാവിക സേനയ്ക്കായി 5 നെക്സ്റ്റ് ജനറേഷൻ സർവേ വെസലുകൾ നിർമ്മിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഏകദേശം 5,000 കോടി രൂപ മൂല്യമുള്ള ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് മുംബൈയിലെ റെയിൽവേ വികാസ് കോർപ്പറേഷനിൽ നിന്ന് 219.18 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഗുജറാത്തിലെ മോത്തി നരോലി ഫ്രീ പ്ലാസയിലെ പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്ക് 154.6 കോടി രൂപയുടെ സ്വീകാര്യപത്രം ലഭിച്ചു. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ഇന്ത്യയിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന എയ്റോസ്പേസ് പ്രതിരോധ മേഖലയിലെ അവസരങ്ങളിൽ സഹകരിക്കുന്നതിനായി ഇറ്റലി ആസ്ഥാനമായുള്ള ആഗോള എയ്റോസ്പേസ് പ്രതിരോധ വിതരണ ശൃംഖല സംയോജനക്കാരായ ALA ഗ്രൂപ്പുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. എംബസി ഡെവലപ്മെന്റ്സ് കമ്പനിയുടെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റായ എംബസി സെറേനിറ്റിയുടെ 1ാം ഘട്ടത്തിന് മഹാരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭിക്കുകയുണ്ടായി. ഡൽഹി വെറി 150 ഉയർന്ന പ്രകടനമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വിന്യസിക്കുന്നതിനായി ഇലക്ട്രിക് മൊബിലിറ്റി സ്റ്റാർട്ടപ്പായ റിദേവ് അഥവാ ANV വെഞ്ചേഴ്സുമായി കമ്പനി തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. IA ഫിനാൻസ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഗോൾഡ്മാൻ സ്നാച്ചേഴ്സ് ഇന്ത്യ ഇക്വിറ്റി പോർട്ട്ഫോളിയോ IA ഫിനാൻസിൽ 16.8 ലക്ഷം ഓഹരികൾ അഥവാ 0.68% വരുന്ന ഓഹരികൾ 128 രൂപ 11 പൈസ പെർ ഷെയർ എന്ന നിരക്കില് 21.5 കോടി രൂപയ്ക്ക് ഓഹരികൾ സ്വന്തമാക്കുകയുണ്ടായി. എഞ്ചിനീയേഴ്സ് ഇന്ത്യ 45.97 ലക്ഷം അഥവാ 0.81% ഓഹരികൾ ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് യൂറോപ്പ് SA 217 രൂപ 6 പൈസ പെർ ഷെയർ എന്ന നിരക്കില് 99.8 കോടി രൂപ വിലമതിക്കുന്ന ഓഹരികൾ ബ്ലോക്ക് ഡീൽ വഴി സ്വന്തമാക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.